ഹലോ, മലയാളം ലാംഗ്വേജ് ട്യൂട്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫനറ്റിക്സിന്റെ തേർഡ് പാർട്ടാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ മോണോഫ്തോങ്സും ഡിഫ്തോങ്സും ഒക്കെ എന്താണെന്ന് കണ്ടിരുന്നു. മൊത്തം 12 മോണോഫ്തോങ്സ് ഉണ്ട്. അതിൽ 8 മോണോഫ്തോങ്സും കഴിഞ്ഞ 2 വീഡിയോകളിലൂടെ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനത്തെ 4 മോണോഫ്തോങ്സ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫ്തോങ്സിലേക്ക് കടക്കാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന സിമ്പിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയ്ക്കൊന്നും മലയാളത്തിൽ അതേ ഉച്ചാരണം ഇല്ലാത്തവയാണ്. മുമ്പ് പഠിച്ച ചിഹ്നങ്ങളിലൊക്കെ നമുക്ക് മലയാളത്തിൽ ഓ അല്ലെങ്കിൽ എ ഇങ്ങനെയുള്ള ഉച്ചാരണങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 4 ചിഹ്നങ്ങൾക്കും മലയാളത്തിൽ ശബ്ദങ്ങൾ ഇല്ലാത്തവയാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചിഹ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ അക്ഷരം എയും ഇയും ചേർത്ത് എഴുതിയ പോലെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഉച്ചാരണം ആ. അല്ല, എയും അല്ല, നമ്മൾ ഈ കൊഞ്ഞനും കുത്തുമ്പോൾ ഒക്കെ വരുന്ന പോലത്തെ ഒരു സൗണ്ട് ആ. ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കാണ് ആപ്പിൾ. നമ്മൾ ആപ്പിൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് ആപ്പിൾ എന്നല്ല പറയേണ്ടത്. ഒരു ചെറിയ കൊഞ്ഞ പോലെ പറയാ ആപ്പിൾ, ആപ്പിൾ, ആപ്പിൾ. അടുത്ത വാക്ക് നോക്കാം. സാൻഡ്. നമ്മൾ മണൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾക്ക് സാധാരണ സാൻഡ് എന്നാണ് പറയാറ്. ആ അങ്ങ് തുറന്ന് പറയാതെ കുറച്ചൊരു കൊഞ്ഞ പോലെ പറയാം സാൻഡ്, സാൻഡ്. അടുത്ത വാക്ക് നോക്കാം. ബാങ്ക്, ബാങ്ക്. നമ്മൾ സാധാരണ പറയാറുള്ള ബാങ്ക്. ബാ അങ്ങ് തുറന്നു പറയാതെ ബാങ്ക്. അടുത്ത വാക്ക് നോക്കാം. ബാഡ്, ബാഡ്. നമ്മൾ പറയാറുള്ള മോശം അല്ലെങ്കിൽ ചീത്ത എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. നമ്മളൊക്കെ ബാഡ് എന്നൊക്കെ പറയും. ആ തുറന്നു പറയാതെ ബാഡ്, ആ, ബാഡ്. ഓക്കെ, ഇവിടെയും ഉച്ചാരണം വരുന്ന ഭാഗങ്ങൾ ഞാൻ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 4 വാക്കുകളിലും എ എന്ന് പറയുന്ന അക്ഷരം വരുന്ന ഭാഗത്തിനാണ് എ എന്ന് പറയുന്ന ഉച്ചാരണം വന്നത്. അടുത്ത ചിഹ്നം നോക്കാം. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയക്ഷരം ഡി പോലെയോ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ലെറ്ററിന്റെ സ്റ്റാർട്ടിങ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഉച്ചാരണം ഓ. ഓ എന്ന് മുഴുവൻ പറയുന്നില്ല, ഓ. ഉദാഹരണങ്ങൾ നോക്കാം. ഹോട്ട്, അതായത് നമ്മൾ ചൂടുള്ളതൊക്കെ. വാഷ്, വാഷ്. കഴുകുക. നമ്മൾ തുണി കഴുകുന്നതിനൊക്കെ സാധാരണ വാഷ് ചെയ്യാന്നാണ് പറയുന്നത്. വാഷിംഗ് മെഷീൻ എന്നൊക്കെയാണ് പറയാറ്. വാഷ് അല്ല, വാഷ്, വാഷ്. അടുത്ത വാക്ക് നോക്കാം. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. നിർത്തുക. നിർത്തുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന വാക്കാണ് സ്റ്റോപ്പ്. അടുത്ത വാക്ക് നോക്കാം. ഗോഡ്, അതായത് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അമേരിക്കൻ ആക്സെന്റ് നമ്മൾ ഇന്ത്യയിൽ അധികം ഉപയോഗിക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ആക്സെന്റിൽ വരുമ്പോൾ ഈ സിമ്പിൾസ് തന്നെ ചിലപ്പോൾ വേറെ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്ന വാക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സ്റ്റോപ്പ് ആണ്. പക്ഷെ അമേരിക്കൻ ആക്സെന്റ് ഇതിന് പറയുന്നത് സ്റ്റാപ്പ്, സ്റ്റാപ്പ്. അതുപോലെ ഹോട്ട് എന്ന് പറയുന്ന വാക്ക് അമേരിക്കൻ ആക്സെന്റിൽ പറയുമ്പോൾ ഹാർട്ട്, ഹാർട്ട്. സ്റ്റാപ്പ്, ഗാർഡ്. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കോളേജ്, കോളേജ്. അതിനും ഓ എന്ന് പറയുന്ന ഉച്ചാരണമാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ. അമേരിക്കൻ ആക്സെന്റിൽ വരുമ്പോൾ ഇതിന്റെ ഉച്ചാരണം കാലേജ്, കാലേജ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെയും ഞാൻ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഉച്ചാരണം വരുന്ന ഭാഗങ്ങൾ. ഹോട്ട്, സ്റ്റോപ്പ്, ഗോഡ് എന്നീ വാക്കുകളിൽ ഓ എന്ന് പറയുന്ന അക്ഷരത്തിനാണ് ഓ എന്ന് പറയുന്ന ഉച്ചാരണം വന്നത്. എന്നാൽ വാഷ് എന്ന് പറയുന്ന വാക്കിൽ എ എന്ന് പറയുന്ന അക്ഷരത്തിനാണ് ഓ എന്ന് പറയുന്ന ഉച്ചാരണം വന്നത്. നമുക്ക് അടുത്ത ചിഹ്നം നോക്കാം. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ 3, അതായത് നമ്മുടെ സംഖ്യയായ 3ഉം 2 കുത്തും ഇട്ട മാതിരിയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഉച്ചാരണം എ, എ, എ എന്ന് പറയുന്ന ഉച്ചാരണം മുഴുവനായിട്ട് വരുന്നില്ല. എന്നാൽ എ, എ. ഉദാഹരണങ്ങൾ നോക്കാം. ബേർഡ്, ബേർഡ്, അതായത് പക്ഷി. ഗേൾ, പെൺകുട്ടി, ഗേൾ. നേഴ്സ്, നമ്മുടെ ആശുപത്രിയിലൊക്കെ കാണാറുള്ള നേഴ്സ്. ലേൺ, ലേൺ, അതായത് പഠിക്കുക. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ആദ്യത്തെ 2 വാക്കുകളിൽ ഐ എന്ന് പറയുന്ന അക്ഷരത്തിനാണ് എ എന്ന് പറയുന്ന ഉച്ചാരണം വന്നത്. മൂന്നാമത്തെ വാക്കിൽ യു എന്ന് പറയുന്ന അക്ഷരത്തിനാണ് എ എന്ന് പറയുന്ന ഉച്ചാരണം വന്നത്. 4ാമത്തെ വാക്കിലോ ഇയും എയും കൂടെ ഒരുമിച്ച് ചേർന്ന ഭാഗത്തിനാണ് ഉച്ചാരണം വന്നിരിക്കുന്നത്. അടുത്ത ചിഹ്നം നോക്കാം. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ അക്ഷരം
ഈ തല കുത്തി എഴുതിയ മാതിരിയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഉച്ചാരണം എ. എ. നമ്മൾ നേരത്തെ കണ്ടത് എ. എ. ഇവിടെ എ. എ എന്ന് പറയുന്ന അക്ഷരം മുഴുവനും വരുന്നില്ല, അതിന്റെ പകുതി മാത്രം. ഉദാഹരണങ്ങൾ നോക്കാം. എബൌട്ട്. എബൌട്ട്. നമ്മൾ അമേരിക്കൻ ആക്സെന്റിൽ ഈ വ്യത്യാസം നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. അവർ സംസാരിക്കുമ്പോൾ എയും അത് കഴിഞ്ഞുള്ള ഭാഗവും രണ്ട് വാക്കുകൾ പോലെയാണ് പറയുന്നത്. എബൌട്ട്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏകദേശം അല്ലെങ്കിൽ സംബന്ധിച്ച് എന്തിനെങ്കിലും പറ്റി പറയുന്നതിന് നമ്മൾ എബൌട്ട് എന്ന് പറയും. അടുത്ത വാക്ക് നോക്കാം. എഗോ. എഗോ. അതായത് മുൻപ് എന്ന് പറയുന്ന അർത്ഥമാണ് എഗോ. അടുത്ത വാക്ക് നോക്കാം. മദർ. മദർ. ഈ വാക്കിലും അവസാനത്തെ 6 സൈലന്റ് ആണ്. എഴുതുന്നത് മദർ എന്നാണെങ്കിലും പറയുമ്പോൾ മദർ. അത്രേ ഉള്ളൂ. അവസാനത്തെ വാക്ക് നോക്കാം. ടീച്ചർ. ടീച്ചർ. നമ്മുടെ അധ്യാപിക. ഇവിടെയും 6 സൈലന്റ് ആണ്. ടീച്ചർ. ടീച്ചർ. ഇവിടെയും പച്ചക്കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഉച്ചാരണം വരുന്ന ഭാഗങ്ങൾ. ആദ്യത്തെയും രണ്ടാമത്തെയും വാക്കുകളിൽ എ എന്ന് പറയുന്ന അക്ഷരത്തിനാണ് എ എന്ന് പറയുന്ന ഉച്ചാരണം വന്നത്. അവസാനത്തെ 2 വാക്കുകൾക്ക് ഇ എന്ന് പറയുന്ന അക്ഷരത്തിനാണ് ഉച്ചാരണം വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ മോണോഫ്തോങ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ 8 മോണോഫ്തോങ്സ് കണ്ടായിരുന്നു. ഇന്നത്തെ 4 ചേർത്ത് 12 മോണോഫ്തോങ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഡിഫ്തോങ്സ് പഠിച്ചു തുടങ്ങും. അതിനുശേഷം കോൺസോണൻസും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാക്കുകളൊക്കെ കൂട്ടി വായിക്കാൻ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റാർക്കെങ്കിലും ഈ ചാനൽ ഉപയോഗപ്പെടും തോന്നുകയാണെങ്കിൽ അവരിലേക്ക് എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.